നമസ്കാരം. ഈ മണിക്കൂറുകളിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് കോന്നിയിൽ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കൂറ്റൻ പാറ വീണ വൻ അപകടമുണ്ടായിരിക്കുകയാണ്. തൊഴിലാളികൾ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുകയാണ്. ഒഡീഷ സ്വദേശികളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പണി നടക്കുന്നതിനിടെ പാറ വാഹനത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അതിസങ്കീർണമാണ് രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതല്ലാതെ അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം ദുഷ്കരമായതുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. പല ഘട്ടത്തിലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു. വലിയ കല്ലുകളടക്കം മുറിച്ചു മാറ്റുന്നത് ശ്രമകരമായ ജോലിയായി നിൽക്കുകയാണ്. മറ്റൊരു ഹിറ്റാച്ചി കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടും അത് നീങ്ങാത്ത അവസ്ഥയാണ്. പാറമടയുടെ 3-ാം തട്ടിലായിരുന്നു അപകടം നടന്നത്. ഉഗ്രശബ്ദത്തിൽ പാറ വന്ന ഹിറ്റാച്ചിയിൽ പതിക്കുകയായിരുന്നു. പൂർണ്ണമായും ഹിറ്റാച്ചി അകപ്പെടുകയായിരുന്നു പാറയ്ക്കടിയിൽ. രക്ഷാപ്രവർത്തകർക്ക് ചെന്നെത്താൻ പറ്റാത്ത തരത്തിലായിരുന്നു ഇത് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഒഡീഷ സ്വദേശികളായ 2 തൊഴിലാളികൾ, അതിൽ മഹാദേവ്, അജയ് റായി എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ കാലുകൾ വന്ന് പതിച്ച പാറക്കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് കണ്ടിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം അതിസങ്കീർണമായതുകൊണ്ട് തന്നെ പാറക്കഷ്ണങ്ങൾ നീക്കം ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങൾ നീളുകയായിരുന്നതിൻ്റെ സമയം. കൂറ്റൻ പാറക്കഷ്ണങ്ങൾ നീക്കിയാൽ മാത്രമേ കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ പറ്റുകയുള്ളൂ. സമീപവാസികൾക്കും ഫയർഫോഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതിന് പിന്നാലെയാണ് ഘട്ടം ഘട്ടമായി രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർഫോഴ്സ് തീരുമാനിച്ചത്. കൂടുതൽ അപകട സാധ്യത കൂടി കണക്കിലെടുത്താണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന് ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി ചെയ്തിട്ടുണ്ട്. NDRFൻ്റെ സഹായം ഉണ്ടെങ്കിലേ ഇനി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഹിറ്റാച്ചി ഉള്ളത്. പാറകഷ്ണങ്ങൾ ഇളകിക്കിടക്കുന്നത് കാരണം ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ളത്. ഉച്ചഭക്ഷണം കഴിച്ച് ഷിഫ്റ്റ് പ്രകാരം ജോലിക്ക് കയറിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക ഏറെ പ്രയാസകരമാണ്. വിവരമറിഞ്ഞ പോലീസും ഫയർഫോഴ്സും അടക്കം ഇവിടെ എത്തിയെങ്കിലും ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് പോകാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങളുള്ളത്. ഇത്രയും അപകടം നിറങ്ങിയ ഇടമായിട്ടും യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെയായിരുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരുന്നത്. കുറേ കാലമായി ഖനനം നടക്കുന്ന പാറമടയാണ് ഇത്. പോലീസും നാട്ടുകാരും സ്ഥലത്തുണ്ടെങ്കിലും നിലവിൽ അപകട സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. പാറമടയുടെ മധ്യഭാഗത്തായിട്ടാണ് ഹിറ്റാച്ചി കുടുങ്ങിക്കിടക്കുന്നത് ഇപ്പോൾ. അതിനാൽ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ഇറങ്ങാൻ സാധിക്കുകയെന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ ഇനിയും രക്ഷാപ്രവർത്തനം വൈകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇവരെ പുറത്തെടുക്കാൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടക്കുന്നതിനിടെ പാറ വാഹനത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. സ്ഥലത്ത് അധികൃതർ എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം ദുഷ്കരമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധിച്ച് വരികയാണ് ഇപ്പോൾ. അതേസമയം അപകടമുണ്ടായ പാറമടയ്ക്കെതിരെ മുൻപ് പരാതികൾ വന്നിട്ടുണ്ട്. പാറമടയിലെ ക്രഷറിൻ്റെ ലൈസൻസ് ഇക്കഴിഞ്ഞ ജൂൺ 30-ന് അവസാനിച്ചതാണ്. പാറമടയ്ക്കെതിരെ പഞ്ചായത്ത് മുൻ അംഗം BGK വർഗീസ് കോന്നി പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നതാണ്. 120 ഏക്കർ ഭൂമിയിലാണ് പാറമട പ്രവർത്തിക്കുന്നത്. 2 ദിവസം മുൻപും അപകട സാധ്യതകളൊക്കെ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം നടന്ന ഇടമാണിത്. ഇവിടെ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു.